Welcome to the last land of India. തിരുമ്പി വന്നിട്ട വണ്ടി പാർക്ക് ചെയ്ത വണ്ടി ലോക്ക് ചെയ്യുന്നു. വണ്ടി നമ്മൾ വിളിച്ചേർന്നി നോക്കൂ, കലാംസ് വേൾഡ് റെക്കോർഡ്. വലിയ പുള്ളിയാ. അങ്ങനെ നമ്മള് രാമേശ്വരത്തെ സ്റ്റേ കഴിഞ്ഞിട്ട് ധനുഷ്കോടിയിലോട്ട് പോണേന്ന്. ഇതായിരുന്നു ഗൈസ് നമ്മുടെ മുറി. ഇതെങ്കിലും കിട്ടിയത് തന്നെ വലിയ കാര്യം. കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച റൂം. ഓ കൺഗ്രാറ്റ്സ്. പോയിട്ട് മൺഡേ വരെ 500 കിലോമീറ്റർ ഓടിച്ചോണ്ട് തിരിച്ചു പോയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ, അതാണ് 2000 കൊടുത്തു. അതെ, അപ്പൊ നമുക്ക് ധനുഷ്കോടി പോവാം. റൂം നമ്പർ 202 നമ്മൾ സ്റ്റേ ചെയ്തത്. പോകാം. അതിൽ ഓക്കെ ഇട്ടെ. ക്ഷരത്ത് നമ്മൾ സ്റ്റേ ചെയ്തത് ഈ സെൽവമുരുക റെസിഡൻസി എന്ന് പറഞ്ഞിട്ട് ഉള്ള ഹോട്ടലിലായിരുന്നു. നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് രാമേശ്വരത്ത് കൂടെയാണ് കേട്ടോ. രാമേശ്വരം ടു ധനുഷ്കോടി. യെസ്, രാമേശ്വരം ടു ധനുഷ്കോടി. നല്ല വെയിലാണ് ഗൈസ്, നല്ല ഒടുക്കത്തെ പൊള്ളണ വെയിലാണ്. എന്താണ്? ഫുൾ സെറ്റ് ആണോ? അതെ, ഫുൾ സെറ്റ് ആണ്. നമ്മള് മാസ്ക് അതെന്താ ടോള് പിരിവായിരുന്നോ? അതെ, ഒരു ടോള് പോലെ ആയിരുന്നു ഇപ്പൊ. പക്ഷെ നമുക്ക് ബൈക്കിലില്ല, കാറ് ഹെവി വെഹിക്കിൾസിനൊക്കെ ഉണ്ടായിരുന്നു. ഗായ്സ്, നമ്മുടെ ലഗേജ് ഒക്കെ താഴെ വീണ് ഒരഞ്ഞ് കീറിപ്പോയി. അത് കുറച്ച് ലൂസായിരുന്നു നമ്മൾ കെട്ടിയതെന്ന് തോന്നണം. ഒന്ന് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവും. സ്ഥലം നോക്കേ, വിജന പ്രദേശം. നല്ല ചൂടുണ്ട്. ഈ പരിസരം ഫുള്ള് ആര്യവേപ്പിന്റെ മരം ഉണ്ടാ. നമ്മുടെ അവിടേക്ക് ഇപ്പൊ ഇത്രയും ആര്യവേപ്പൊന്നും കാണാനില്ല. പണ്ടൊക്കെ എന്തൊക്കെയോ ഒരു മരങ്ങളുണ്ടെങ്കിലും ഇത്രയും ഡെൻസ് ആയിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ വലിയ വലിയ മരങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. നോക്കിയേ, ഈ റൂട്ട് ഫുള്ള് 2 സൈഡിലും ആര്യവേപ്പാണ്. നമ്മളൊന്നും കൂടെ നന്നായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി പോകൂലെന്ന് പ്രതീക്ഷിക്കാം. അതെ, നമ്മളിതിലൊരു ഇത് കുറച്ച് ലൂസായിരുന്നു. നമ്മളിതിലൊരു കുപ്പിയൊക്കെ വെച്ചിട്ടുണ്ടായ, കുപ്പിയൊക്കെ വഴിയെ പോയി എന്ന് തോന്നുന്നു, കാണാൻ പോലും ഇല്ല. അങ്ങനെ നമുക്ക് ധനുഷ്കോടിയിലോട്ടുള്ള യാത്ര വീണ്ടും തുടരാം ഗൈസ്. ഓക്കെ ഓക്കെ. ഓ, വീഡിയോ എടുക്കാൻ വേണോ? ശരി, ഒരു അവസരം കിട്ടിയാലേ നിൽക്കി, ഞാൻ വീഡിയോ എടുക്കാം. ഡ്രൈവ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി റോഡാണ്. സ്ട്രെയിറ്റ് റോഡ്, 2 സൈഡ് നോക്കിക്കേ. മണ്ണാണല്ലേ അവിടെയൊക്കെ, വൈറ്റ് മണ്ണ്. ഇടയ്ക്ക് ഓരോ സ്ഥലത്തൊക്കെ ഇങ്ങനെ വീടൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് നടക്കുന്ന പോലെയൊക്കെ കിടക്കുന്നുണ്ട്. ഹോളിഡേ ആയതുകൊണ്ടാണ് അത്യാവശ്യം തിരക്കുണ്ട്. ധനുഷ്കോടിയിലോട്ട് കൊണ്ടാണ് കരിക്കണം. കരിക്കും വെള്ളവും. അതൊക്കെ കടല് 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 കാണിക്കാൻ വേണ്ടി പോയപ്പോ കാട് കൊണ്ട് മൂടിപ്പോയി ഗൈസ്. നല്ല രസം ഉണ്ടായിരുന്നു അത് കാണാൻ അല്ലേ.
എന്ത് രസമാണ് നോക്കി കാണാനായിട്ട്. വെട്ടൊക്കെ എനിക്കൊന്ന് കാണാൻ അയ്യോ ഇതിൽ കാണുമ്പോൾ വലിയ രസം തോന്നുന്നില്ല. പക്ഷെ അതുണ്ടോ ഇങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങൾ ഇവിടെ. വെള്ളം അല്ല മണ്ണാണല്ലേ അവിടെ. അവിടെ മണ്ണ. ഇവിടെ നോക്കിക്ക് എന്ത് രസമാണ്. നല്ല വെള്ളം മണ്ണ്. കണ്ണടിച്ചു പോകണം. എനിക്ക് ഫോണിൽ ഇപ്പൊ ഞാൻ എന്താ റെക്കോർഡ് ചെയ്യണമെന്ന് മര്യാദക്ക് കാണാൻ പോലും പറ്റാനുള്ള. രാമേശ്വരത്ത് നിന്ന് ധനുഷ്കോടിയിലോട്ട് പോണ വഴിയുടെ ഇതുപോലെ ഒരു ബീച്ചിൻ്റെ ഇതുണ്ടായിരുന്നു. ആ വെള്ളത്തിൻ്റെ കളറൊന്ന് കാണണം. നല്ല ബ്ലൂ കളറിൽ ഡയറക്റ്റ് കാണാൻ അടിപൊളിയാണ്. എനിക്കറിയില്ല എത്രത്തോളം ഇത് വീഡിയോയിൽ കിട്ടുന്നുണ്ടെന്ന്. നല്ല രസമുണ്ട് കാണാനായിട്ട്. നല്ല ബ്ലൂ കളറിൽ കിടക്കുന്നു. എന്ത് രസമാണെന്നറിയോ ഇത് കാണാൻ വേണ്ടിയിട്ട്. അടിപൊളി വ്യൂ ആണ്. നമുക്ക് ഈ കടയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കഴിക്കാനുണ്ടെന്ന് നോക്കാം. ഈ ഹോട്ടലിൽ നമുക്ക് റൈസ് ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. നമ്മളെന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് മീൽസ് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ബ്രഞ്ച് കഴിക്കാം. 12 മണിക്ക് മീൽസ് കഴിക്കാം. അതെ അതെ, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ബർബൺ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത്. അപ്പം നമുക്ക് ഈ ഫിഷ് ഫ്രൈ ഒക്കെ തരാമെന്നാണ് ആ ചേച്ചി പറഞ്ഞത്. മീൽസിൻ്റെ കൂടെ ഒരു മീൽസിന് 120 ആണ് റേറ്റ് പറയണം. നമുക്ക് കഴിച്ച് നോക്കാം. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുന്നതാണ്. അപ്പം താഴേക്ക് നോക്കിയിട്ട് മണ്ണാണ്. നമ്മൾ കസേര ഇട്ടപ്പോഴേക്ക് കസേര കുഴിക്കും. தண்ணி ஊற்றினா கிளப் இலை தான் போடுவோம். இன்னைக்கு இலை கிடைக்கல. ഞാൻ ക്ലീൻ ചെയ്ത് തരാം. അപ്പൊ ഇനി ഫുഡ് വന്നിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ മതി മതി. നമ്മുടെ ചോറ് വന്നിട്ടുണ്ട്. നല്ല ചൂട് ചോറാണ്. ഒരാൾ ചോറ് വന്നപ്പോ തന്നെ കഴിക്കാൻ തുടങ്ങി. അതെ ആ കഴിക്കാൻ കഴിക്കാം. എന്നാ നീ ചോറ് മാത്രം തിന്നാ മതി. ഫിഷ് ഫ്രൈ ഒക്കെ ഞാൻ എടുത്തോളാം. നമ്മുടെ കറികളൊക്കെ വരട്ടെ. ഓക്കെ ഗൈസ്, എനിക്ക് കിട്ടിയേക്കുന്നത് കിളിമീൻ കറിയും സവിന് കിട്ടിയേക്കുന്നത് അയില പ്രോട്ടീനാണ്. അതെ അതെ, പ്രോട്ടീൻ വറുത്തത്. ഇത് മീൻകറിയുടെ ചാറ്, കുളമ്പ്. ഊത്ത്. അപ്പൊ നമ്മള് കഴിച്ചിട്ട് വരാട്ടാ. നല്ല വിശപ്പുണ്ട്. നമ്മളങ്ങനെ മീൻകറിയും ചോറും കഴിക്കണാണ് ഗൈസ്. വേഗം തന്നെ. ഇനി നമുക്ക് ധനുഷ്കോടിയിലോട്ട് അത്യാവശ്യം ഒരു 10 കിലോമീറ്റേഴ്സ് ഒക്കെ കൂടി ഉണ്ടാവുമായിരിക്കും അല്ലേ? അത്ര ഉണ്ടാവും. കടലൊക്കെ കണ്ടു തുടങ്ങി. അപ്പം നല്ല മീൻകറിയും ചോറും കൂട്ടി ഫുഡ് കഴിക്കാം. ചേച്ചി നമുക്ക് ഫിഷ് ഫ്രൈക്ക് സവാളയും കൂടെ തന്നിട്ടാ. സന്തോഷം. നല്ല ഫുഡാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ഫ്രഷ് ഫുഡ്. 120 240 ആ 240 ആണ് ഗൈസ് നമുക്ക് ഇന്നത്തെ മീൽസിനായത്. മീൻകറിയും മീൻ ഫ്രൈയും ചോറും ഇവിടെ കിട്ടാവുന്നതിൽ വെച്ച് എനിക്ക് തോന്നുന്നത് ബെസ്റ്റായിരുന്നു. നല്ല ഫുഡായിരുന്നു. അടിപൊളി.
ഓക്കെ താങ്ക് യു. താങ്ക് യു. എന്താ പേര്? തമിഴ് ചോലെ. തമിഴ് ചോലെ. മുമ്പോ അടിപൊളി പേരാണല്ലേ. നല്ല ഇന്നലെ വെച്ച് കഴിച്ച ഫുഡ് നോക്കണമെങ്കിൽ അടിപൊളി ഫുഡാ. ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയി. താങ്ക് യു. രാമേശ്വരല്ല, അതിന് മധുര കഴിഞ്ഞപ്പോ അവിടെന്ന്. പക്ഷെ അടിപൊളി ഫുഡായിരുന്നു. ശ്രീ വിനായക മെസ് അല്ലേ? അപ്പൊ എല്ലാരും രാമേശ്വരത്ത് നിന്ന് ധനുഷ്കോടി പോണ വഴി ശ്രീ വിനായക മെസ്. ഈ അക്കയുടെ മെസ്സാണ്. നല്ല ഫുഡാണ്. നല്ല സാറ്റിസ്ഫൈഡ് ആയി. പേരൊന്നും കൂടെ പറഞ്ഞോ? പേര് തമിഴ് ചോലെ. തമിഴ് ചോലെ. അടിപൊളി പേരാ. അപ്പൊ ഇനി വരുമ്പോ കാണാം. താങ്ക് യു. പണ്ടുണ്ടായിരുന്ന കെട്ടിടങ്ങളുടെയൊക്കെ അവശേഷിപ്പാണ് ഈ കാണുന്നത്. അവിടെ ആയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ കണ്ടായിരുന്നു. ഈ ഒരു ഭാഗത്ത് അത്യാവശ്യം തിരക്കുണ്ട്. അവിടെ ലൈറ്റ് ഹൗസ് ഒക്കെ കാണാനായിട്ട്. പിന്നെ പഴയ റെയിൽവേ സ്റ്റേഷന്റെ ഒക്കെ ഒരു അവശേഷിപ്പ് അവിടെ ഉണ്ട്. ഇതുപോലെ കൊറേ ഓല മേഞ്ഞ വീടുകളൊക്കെ ഉണ്ട്. ഇവിടെ ആൾക്കാർ താമസിക്കണുണ്ട് കേട്ടോ. ഇവിടുത്തെ കടകൾ നടത്തുന്ന ആൾക്കാരാണ് ഇവിടെ താമസിക്കുന്നത്. ഇവിടെ നോക്കിയപ്പോ ഇന്ത്യൻ കോസ്റ്റൽ ഗാർഡിന്റെ എന്ത് സാധനം ഇരിക്കും ഇത്. ഒരു സംഭവം കണ്ടു. കൊറേ പേര് ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഈ സൈഡൊന്നും നോക്കണം. എനിക്ക് ഈ സൈഡ് എത്ര കണ്ടിട്ടും മതിയാവണില്ല. എന്ത് രസമാണിത്. ഈ സൈഡിൽ അത്യാവശ്യം നല്ല തിരയുണ്ട്. പക്ഷെ ഈ സൈഡ് നോക്കിക്കോ, ഭയങ്കര പ്ലെയിൻ ആയിട്ട് നടക്കുന്നത്. അതുകൊണ്ട് ആൾക്കാരൊക്കെ ഇറങ്ങി നീന്തൊക്കെ ചെയ്യുന്നുണ്ട്. അത് നോക്കി ആൾക്കാർ നിക്കണതിന്റെ ഒരു പകുതി ഹൈറ്റിലൊക്കെ വെള്ളമുള്ളൂ. അവൻ ഇറങ്ങുന്നുണ്ടോ? പോയിട്ട് ഇപ്പൊ തന്നെ ഇറങ്ങും. നല്ല വെയിലാണ് കേട്ടോ. നല്ല വെയിലെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി വെയിലാണ്. എങ്ങനെ ആൾക്കാർ ഇങ്ങനെ നിക്കണമെന്ന് അറിയാൻ പറ്റില്ല. പക്ഷെ നമ്മള് വണ്ടി ഓടിക്കണോണ്ട് ഇത്ര ചൂടറിയണില്ല. കാരണം നമ്മള് ഹെൽമെറ്റും ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണല്ലോ ഓടിക്കണത്. പിന്നെ നല്ല കാറ്റും ഉണ്ട്. പക്ഷെ ഇങ്ങനെ കൊറേ നേരം നിക്കുമ്പോ നമ്മ വേർത്തു. അത്രയും നല്ല പൊള്ളലുണ്ട്. ഭയങ്കര തിരക്കാണ്. നോക്കിക്ക് എന്തോരം വണ്ടികളാണ് നോക്കി. ഈ സ്ഥലത്തൊക്കെയാണ് തോന്നുന്നു ഇങ്ങനെ ബലിയൊക്കെ ഒഴുക്കണെന്ന് തോന്നുന്നത്. കാരണം കൊറേ ഫാമിലി ആയിട്ട് വന്നിട്ട് ഈ സൈഡില് വെള്ളത്തിൽ ഇങ്ങനെ പൂജയുടെ സാധനങ്ങളൊക്കെ ഒഴിക്കണായിട്ട് കണ്ട്. ഇവിടെ ഒക്കെ വെള്ളം അടിച്ചിട്ട് തിരയടിച്ചിട്ട് വെള്ളം കിടക്കണൊക്കെ. ഇപ്പോഴും മുഖത്തോട്ടൊക്കെ ഇവിടുന്ന് വെള്ളം അടിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു അങ്ങോട്ടും പോകുമ്പോ ഭയങ്കര നാരോ ആയിട്ടുള്ള റോഡാണെന്ന് തോന്നുന്നത്. അങ്ങനെ നമ്മൾ 500 കിലോമീറ്റേഴ്സ് ട്രാവൽ ചെയ്ത് കുറേ സമയങ്ങൾ സ്പെൻഡ് ചെയ്ത് ട്രാവൽ ചെയ്ത് നമ്മളുടെ ഇന്ത്യയുടെ ഏറ്റവും എൻഡിലോട്ട് വന്നേക്കണാണ് ധനുഷ്കോടിയിൽ. എനിക്ക് എത്ര എക്സൈറ്റ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം അത്ര സന്തോഷമുണ്ട്. നമ്മൾ ഇത്രയും നേരം വണ്ടി ഓടിച്ച് ബാക്ക് പോയി നമ്മൾക്ക് അത്രയും ടയേർഡായുള്ള സിറ്റുവേഷൻ പല സിറ്റുവേഷൻസിൽ കൂടെ പാസ് ചെയ്ത്. ഇന്നലെ നൈറ്റൊക്കെ ആണെങ്കിൽ നമുക്ക് വണ്ടിയൊക്കെ കിട്ടാനുള്ള ബുദ്ധിമുട്ട്, വണ്ടിയല്ല സ്റ്റേ കിട്ടാനുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും എന്തൊക്കെ പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വന്നാലും ഈ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ ഉണ്ടല്ലോ അത്രയും സന്തോഷമുണ്ട്. ബിക്കോസ് ഇവിടെ വന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഫീല് മനസ്സിലാകുള്ളൂ. ഈ വരുന്ന വഴിയാണെങ്കിൽ ഇവിടെ വന്നിട്ടുള്ള ഒരു സൈഡിൽ നല്ല തിരയുള്ള ഒരു കടലും ഇപ്പുറത്തെ സൈഡിൽ ഭയങ്കര പ്ലെയിൻ ആയിട്ട് കിടക്കുന്ന കടലൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഓരോരുത്തർ ഫ്രണ്ടിലും ബാക്കിലും കൂടെ ഒക്കെ ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ ലൈഫിൽ ഒരു ടൈമെങ്കിലും ഇവിടെ എല്ലാവരും വിസിറ്റ് ചെയ്യണം. കുഴപ്പമില്ല പൊക്കോ. ഞാൻ പറഞ്ഞു വന്നത് ലൈഫിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ ധനുഷ്കോടി എന്ന് പറഞ്ഞ ഈ സ്ഥലം ഒന്ന് വിസിറ്റ് ചെയ്യണം. ഇതിലോട്ടുള്ള ട്രാവലിംഗ് നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. കാരണം ബൈക്കിനല്ല, ജസ്റ്റ് നിങ്ങൾ ഒരു കാറിനോ അല്ലെങ്കിൽ എല്ലാവരും കൂടെ ഒരു ടൂറിസ്റ്റ് ബസ്സിനാണെങ്കിൽ ഇവിടെ വരണം.
കാരണം ഇതൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. കുറേ കാര്യങ്ങൾ, കുറേ കൾച്ചേഴ്സ്, കുറേ ആൾക്കാർ, ഫുഡ്, ഇങ്ങനെ പല കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടം വരെ എത്തിയത്. അപ്പം ഒത്തിരി സന്തോഷം. പണ്ട് രാമേശ്വരത്തിനേക്കാളും ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു പ്ലേസ് ആയിരുന്നു ധനുഷ്കോടി എന്ന് പറയുന്നത്. കാരണം ഇവിടെ കുറേ കോളേജസും മെഡിക്കൽ കോളേജും ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നൊരു സ്ഥലമായിരുന്നു ധനുഷ്കോടി. പക്ഷേ 1964 വന്ന ഒരു സൈക്ലോൺ കാരണമാണ് ഇപ്പോൾ ഈ ഒരു സ്ഥലം ഭയങ്കരമായിട്ട് ഒറ്റപ്പെട്ടു പോയത്. ഇത് ആക്ച്വലി ഒരു ഗോസ്റ്റ് ടൗൺ എന്നാണ് ഇപ്പോൾ ധനുഷ്കോടിനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ ആൾതാമസമില്ല. ഇങ്ങനെ കച്ചവടക്കാർ വന്ന് പോകുന്നു, ടൂറിസ്റ്റ് വന്ന് പോകുന്നു എന്നല്ലാണ്ട് ഇവിടെ സ്ഥിരമായിട്ട് താമസിക്കുന്ന ആൾക്കാർ ഇല്ല. കാരണം ആ സൈക്ലോൺ വന്നപ്പോൾ ഓൾമോസ്റ്റ് ഒരു 1800ഓളം ആൾക്കാർ അന്ന് മരിച്ചുപോയി. അപ്പം സയൻറ്റിഫിക്കലി പറയണത് ഇവിടെ ജനവാസയോഗ്യമല്ലാത്തൊരു സ്ഥലമാണ് ധനുഷ്കോടി. കാരണം അത്രയും വിൻഡും പിന്നെ ഈ നാച്ചുറൽ കലാമിറ്റീസ് വരാൻ ചാൻസ് കൂടുതലുള്ളൊരു സ്ഥലമാണ്. അതുപോലത്തെ ഇഷ്യൂസ് ഫേസ് ചെയ്യാൻ ചാൻസ് ഉള്ളൊരു സ്ഥലമായത് കൊണ്ടിട്ട് ഇത് ജനവാസയോഗ്യമല്ല എന്നുള്ളത് ഗവൺമെൻറ് പറഞ്ഞു. അങ്ങനെ ഇപ്പം ഇവിടെ സ്ഥിരതാമസക്കാരൊന്നുമില്ല. ഒഴിഞ്ഞടുത്ത് കിടക്കുന്ന പല കെട്ടിടങ്ങൾ, അല്ലെങ്കിൽ ആൾതാമസമില്ലാത്ത പഴയ പൊളിഞ്ഞ വീടുകൾ, ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രമാണ് ഇപ്പം കറൻ്റ് ഇവിടെ ഉള്ളത്. അല്ലാതെ ഇങ്ങനെ വന്നു പോകുന്ന ആൾക്കാരല്ലാണ്ട് ഇവിടെ സ്ഥിരതാമസക്കാരായിട്ട് ആരുമില്ല. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ ഈ ധനുഷ്കോടിക്കുണ്ട്. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു 15 കിലോമീറ്റേഴ്സ് മാത്രമേ ഉള്ളൂ ശ്രീലങ്കക്ക് എന്ന് പറഞ്ഞത്. പണ്ട് ഇവിടെ രാം സേതു എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു എന്നാണ് പറയണത്. അത് ഇപ്പോഴും ഈ കടലിനടിയിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് എന്നാണ് ബിലീഫ്. കാരണം ഈ കടൽ മൂടി അത് ഇല്ലാണ്ടായി പോയി എന്നാണ് പറയുന്നത്. പണ്ട് ഇവിടെ ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ഒരു ട്രേഡിങ് നടന്നുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ്. പക്ഷെ ഇപ്പം ഇത് കംപ്ലീറ്റ്ലി നമുക്ക് ആ ഒരു കണക്ഷൻ പോയി. അപ്പം ഇവിടെ നിന്ന് ഇനി എന്തോ ബോട്ട് സർവീസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണെന്ന് നമ്മൾ അറിഞ്ഞു. ലൈക്ക് ശ്രീലങ്കയിലോട്ട് ബോട്ട് സർവീസ് ഉണ്ട്. അതല്ലാണ്ട് ഇവിടെ നിന്നൊരു ബ്രിഡ്ജോ അല്ലെങ്കിൽ ഇവിടെ കൂടെ ഡയറക്റ്റ് പോകാനുള്ള ഒരു ഫെസിലിറ്റി കറൻ്റ്ലി അവൈലബിൾ അല്ല. ഇവിടെ സൈഡിലായിട്ട് കുറേ ഇങ്ങനെ സെയിൽ ചെയ്യാൻ വേണ്ടി കുറേ ശംഖ്, മുത്ത്, ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്കിനി നടന്ന് ഇവിടെ കൂടെ ആ സൈഡിൽ ചെന്ന് ആ അറ്റത്തേക്ക് പോവാം. അവിടെ എന്തൊക്കെയുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാവേ. അവിടെ നിന്ന് അടുക്കായിട്ട് മണ്ണൊക്കെ കാണുന്നുണ്ട്. ഒരു ഐലൻഡ് പോലെ, ഒരു കുഞ്ഞ് ഐലൻഡായിട്ട് ഫോം ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് വെള്ളം ഇങ്ങനെ കയറി ഇറങ്ങി വയ്ക്കുമ്പോൾ മണ്ണ് വന്ന് മൂടും. അങ്ങനെ പിന്നെ അത് വിസിബിൾ ആകും. ഇവിടെ അത്യാവശ്യം നല്ല തിക്കി ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പൊ ആ തിരക്ക് കുറഞ്ഞു വരണുണ്ട്. കുറച്ചും കൂടെ കഴിയുമ്പോൾ നന്നായിട്ട് കുറയായിരിക്കും. ഇവിടെ ഒരാള് കമന്നും ഇരുന്നൊക്കെ വണ്ടിയുടെ വീഡിയോ എടുത്തോണ്ടിരിക്കണേ. നമുക്ക് സോവിനിയർ വാങ്ങിക്കണം. നമ്മൾ ഗോവയിൽ പോയപ്പോഴും വാങ്ങിച്ചായിരുന്നു. അങ്ങനെ നമ്മൾ പോണ സ്ഥലത്തു നിന്നൊക്കെ സോവിനിയർ വാങ്ങിക്കും. നമുക്കൊരു മെമ്മറി ആയിട്ട് നമ്മൾ അവിടെയൊക്കെ ട്രാവൽ ചെയ്തിട്ടുണ്ടെന്നുള്ള. അപ്പം നമുക്ക് ധനുഷ്കോടിയുടെ ഒരു സോവിനിയർ തപ്പി വാങ്ങിക്കാം. രണ്ടെണ്ണം വാങ്ങിക്കാം. നമുക്ക് രാമേശ്വരം വാങ്ങിക്കാം, ധനുഷ്കോടിയും വാങ്ങിക്കാം. ധനുഷ്കോടിയുടെ ഒരെണ്ണം എടുക്കാം, ഒരു രാമേശ്വരത്തിൻ്റെ എടുക്കണം. ചെറുത് മതി. ഇതെത്രയാ? 30 രൂപ. ഈ 2 സോവിനിയേഴ്സ് വാങ്ങിക്കാന്ന് വിചാരിച്ചാൽ രാമേശ്വരത്തിൻ്റെ മറ്റേ പാമ്പൻ പാലം, റെയിൽവേ അതിൻ്റെ ഇത്, പിന്നെ ധനുഷ്കോടിയുടെ ഇത്, 2 വാങ്ങിക്കാം. 30 റുപ്പീസാണ് ഒരെണ്ണത്തിന് വരുന്നത്. ഇപ്പം 60. 2 സോവിനിയർ വാങ്ങി. വേറെ എന്തെങ്കിലും വാങ്ങാനുണ്ടോ സാധനം? അടിപൊളി. താങ്ക് യു. താങ്ക് യു. ഒന്നും വാങ്ങിയില്ല. നമ്മളിവിടെ ഇപ്പം അത്യാവശ്യം ടൈം സ്പെൻഡ് ചെയ്ത്
ഫോട്ടോസ് എടുത്ത് വീഡിയോസ് ഒക്കെ എടുത്ത് കുറച്ച് ഷോർട്സ് ഒക്കെ എടുത്ത് പിന്നെ ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് സോവിനിയേഴ്സ് വാങ്ങിച്ച് അങ്ങനെ അത്യാവശ്യം ടാൻ അടിക്കാനുള്ള വെയിലൊക്കെ കൊണ്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തേക്ക് നമുക്ക് കോട്ട സെറ്റായി മുഖമൊക്കെ ഒന്ന് കഴുകി. കാരണം അത്യാവശ്യം നല്ല ചൂടുണ്ട്, നല്ല പൊള്ളലുണ്ട്. 2 സൈഡിലും കടൽ വന്നിട്ട് നല്ല ചൂടുണ്ട്. അപ്പോൾ നമ്മൾ മുഖമൊക്കെ ഒന്ന് കഴുകി ഫ്രഷായി ഇനി നമുക്ക് ഇവിടെ നിന്ന് തിരിച്ചു പോകാം. തിരിച്ചു പോകുന്ന വഴിക്ക് നമ്മളിപ്പോൾ വന്ന വഴിക്ക് കുറച്ച് പൊട്ടിപ്പൊളുന്ന വീട് അങ്ങനത്തെ ഇതൊക്കെ കണ്ടായിരുന്നു. ഇനി ഇവിടെ ഇങ്ങനെ ഗോസ്റ്റ് ടൗൺ എന്ന് പറഞ്ഞ് പറയണ രീതിയിൽ ഈ പഴയ ചേർച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് അതൊക്കെ കൂടെ ഒന്ന് കണ്ടിട്ട് പോകാം തിരിച്ച്. അപ്പം ധനുഷ്കോടി കണ്ടതിൽ വളരെ സന്തോഷം. സവിൻ എങ്ങനെ സന്തോഷമല്ലേ? ഇവിടെ സൂപ്പർ, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നില്ലേ? എൻ്റെ മുഖം വേർത്ത പോലെ ഉണ്ടായിരുന്നു. ഇത് വേർപ്പല്ല ഗൈസ്, എല്ലാവരും നോക്കിക്കൊണ്ടൊക്കെ പോണ്. അതെ, ഞാനൊരു കുഞ്ഞു വ്ളോഗറാണ് കേട്ടോ. അപ്പം ഭയങ്കര സന്തോഷം ഇവിടെ വരാൻ വേണ്ടി പറ്റിയതിൽ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും അടിപൊളിയായിട്ട്. ഇത്രയും നേരം ഉണ്ടായിരുന്ന ക്ഷീണങ്ങളെല്ലാം ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ സത്യത്തിൽ പോയി എന്നുള്ളതാണ് ട്രൂത്ത്. അപ്പം സന്തോഷം. എല്ലാവരും വന്നു കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും ധനുഷ്കോടി ഒന്ന് വിസിറ്റ് ചെയ്യണേ. കുറച്ചും കൂടെ മഴയൊക്കെയുള്ള ടൈമാണെങ്കിൽ നല്ലതാണെന്ന് തോന്നുന്നു. പക്ഷേ ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. കാരണം അപ്പം ഇത്രയും വെയിലടിക്കണ്ടല്ലോ. അപ്പം അത്രേ ഉള്ളൂ. നമുക്കിനി തിരിച്ചു പോണ വാക്കുകൾ പിന്നെ നാക്കൊക്കെ കുഴ. അപ്പം നമുക്ക് തിരിച്ചു പോണ ഇതൊക്കെ കൂടെ വീഡിയോസൊക്കെ കൂടെ ഞാൻ ഇടാം. പിന്നെ നമുക്ക് പോണ വഴിക്ക് മീനൊക്കെ കൂടെ കഴിക്കണം. ഇവിടെ നല്ല സീ ഫുഡ് കിട്ടുന്ന സ്ഥലമാണ്. അപ്പം നമുക്ക് പോണ വഴിക്ക് മീനൊക്കെ ടേസ്റ്റ് ചെയ്യാം. അപ്പം അതും കൂടെ കാണിച്ചു തരാവേ. ഒക്കെ തിരിച്ചു പോകാം ഗായ്സ്. അങ്ങനെ ധനുഷ്കോടി കണ്ടു. ഈ ലൈറ്റ് ഹൗസിനെ മേളിൽ കയറിയ ഇവിടുത്തെ അത്യാവശ്യം ഏരിയയൊക്കെ കവർ ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ നമ്മൾ കയറുന്നില്ല. കാരണം നോക്കി ഓരോ ആൾക്കാരാണ് കയറുന്നത്. ഭയങ്കര തിരക്കാണ്. ഇനി നമ്മൾ കയറി അതിൻ്റെ മേളിലെത്തി. പക്ഷെ അവിടെ ചെന്നാലും ഭയങ്കര തിരക്കായത് കൊണ്ടിട്ട് മര്യാദ കാണാനൊന്നും പറ്റത്തൊന്നുമില്ല. അപ്പം ഞങ്ങളിവിടെ കുറച്ചുനേരം വിശ്രമിച്ചു, റെസ്റ്റ് ചെയ്തിട്ട് ഇനി നമുക്ക് നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യാം. ബിഗ് ഫിഷ് എവിടെ? എത്ര? അതവിടെ. അതെ അതെ അതെ, പോയി നോക്കാം. ബിഗ് ഫിഷ് എത്ര ഉണ്ട്? എത്ര ഉണ്ട്? ശരിക്കും എത്ര ഉണ്ട്? ഇത് പഴയ പള്ളിയാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ഓൾട്ടറൊക്കെ ഉണ്ട്. നമുക്ക് അതിൻ്റെ അകത്തേക്കൊന്ന് പോയി നോക്കാം. ഈ പള്ളിയുടെ ഇത് ഇപ്പോഴും അവർ സൂക്ഷിച്ച് ഇതിന് ചുറ്റും ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഓൾട്ടർ കണ്ടോ? എനിക്ക് തോന്നുന്നു നേരത്തെ ഇതിൻ്റെ അകത്തൊക്കെ കയറി ആൾക്കാർ ഫോട്ടോ എടുക്കായിരുന്നു. അങ്ങനെ ഇപ്പം ഇതുപോലെ ചുറ്റിനും ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അന്ന് സൈക്ലോൺ വന്നതിന് ശേഷം പിന്നെ എല്ലാം ഇതുപോലെ ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ വീടുകളും പള്ളികളും മാത്രമേ ഇവിടെ ഇനി ബാക്കിയുള്ളൂ. അപ്പം അതവർ ഇനി അതിൻ്റെ അകത്തൊക്കെ കയറുന്നത് ഭയങ്കര ഡേഞ്ചർ ആയിരിക്കും. കാരണം ഓൾമോസ്റ്റ് അത് പൊളിഞ്ഞ് എല്ലാം തന്നെ തീർന്നു. അപ്പം അവർ ഇതുപോലെ ഇങ്ങനെ ചുറ്റി ഇങ്ങനെ കെട്ടി വെച്ചേക്കണാണ്. ഇതുപോലെ കുറെ പൊളിഞ്ഞ പള്ളികളും വീടുകളും മാത്രമേ ഇപ്പം ഇവിടെ ഉള്ളൂ. ആരും അങ്ങനെ താമസിക്കേ അങ്ങനെ ഒന്നും ഇല്ല ഇപ്പം ഇവിടെ. ഇങ്ങനെയൊക്കെ ഒറ്റപ്പെട്ട കുറെ പൊളിഞ്ഞ സ്ഥലങ്ങൾ മാത്രം ഉള്ളത് കൊണ്ടിട്ടാണ് ഇപ്പൊ ധനുഷ്കോടിനെ ഗോസ്റ്റ് ടൗൺ എന്ന് വിളിക്കുന്നത്. നമ്മളും വീണ്ടും തിരിച്ച് നമ്മള് ബ്രഞ്ച് കഴിച്ച ആ ഷോപ്പിലോട്ട് വന്നേക്കുന്നത്. ഇവിടെ നിന്ന് നല്ല ഫിഷൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മള് ധനുഷ്കോടിയുടെ അടുത്ത് ചോദിച്ച സ്ഥലങ്ങളിലൊക്കെ നല്ല കത്തിറിയിച്ച ഫിഷിന് പറഞ്ഞത്. ഇവിടെ ആ ചേച്ചി നേരത്തെ തന്നെ കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് പറഞ്ഞത്. പോയി ചോദിച്ചു നോക്കാം. നമ്മുടെ അക്ക അവിടെ ഉണ്ട്. ബിസിയാണെന്ന് തോന്നുന്നു. ഞങ്ങൾ നേരത്തെ ഉച്ചക്ക് വന്നപ്പോൾ ഇത്രയും തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ശരിയാണ് പുള്ളിക്കാരത്തില. അക്ക ഹലോ. തിരുമ്പി വന്നിട്ട ഇത് ഫിഷ് വേണം. നോക്കാം. ഇതൊക്കെ ഇവിടെ ഇരിക്കാൻ ലാവിഷ സ്ഥലം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഓക്കെ, നല്ല തിരക്കായി, അടിപൊളി.
കൂന്തൽ ഇവിടെ മീൻ ഫ്രൈ ചെയ്യാനിട്ടിട്ടുണ്ട് ഗൈസ്. ഇതാണ് നമ്മുടെ 200 രൂപയുടെ മീൻ. ഉച്ചക്ക് അല്ല 12 മണിക്ക് ബ്രഞ്ച് കഴിച്ച് അവിടെ തന്നെ വീണ്ടും വൈകുന്നേരം ഇപ്പൊ വീണ്ടും ചോറ് തിന്നാൻ വേണ്ടി പോണേണ്. നമ്മുടെ മീൻ പറഞ്ഞിട്ടുണ്ട് നമ്മള്. ഈ ചോറിന് എന്ത് ടേസ്റ്റ് ആണെന്നറിയോ? നല്ല ഉപ്പൊക്കെ ഇട്ട് ഉണ്ടാക്കിയ നല്ല ചെറിയ ചെറിയ ചോറ്, നല്ല ടേസ്റ്റാ. ഈ അക്ക അടിപൊളിയാണ് ട്ടോ അല്ലെ, നല്ല ശരിയാണ്. എല്ലാവരും ഭയങ്കര പോസിറ്റീവായിട്ടേക്കാം. അതെ മീൻചാറ് ഇതിനൊക്കെ നല്ല ടേസ്റ്റാണ് ഗൈസ്. മീൻകറിയില് മുരിങ്ങാക്കോലുണ്ട് ഗൈസ്. ഫിഷ് വന്നിട്ടുണ്ട്. അങ്ങനെ നല്ല ചൂടായിരിക്കും സവിൻ. യമ്മി. ഞാൻ നോക്കട്ടെ. നല്ല ഫ്രഷ് ഒരു ടേസ്റ്റ് അല്ലേ. ഇവിടെ എല്ലാം നല്ല ഫ്രഷ് മീനാണ് ഗൈസ്. ഓ കൈവള് നമ്മള് വലിയ ഫിഷ് ഫ്രൈ ഒക്കെ കൂട്ടി നല്ല അടിപൊളി ഊണ് വീണ്ടും കഴിച്ചിരിക്കുന്നു ഗൈസ്. എനിക്ക് വയറ് നിറഞ്ഞിട്ടെ. ഇനി നമുക്ക് എവിടെ വരെ എത്താന്നറിയും. മധുര കഴിഞ്ഞ് എവിടെയെങ്കിലും നല്ലൊരു സ്റ്റേ കിട്ടിയാൽ നമുക്ക് അവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ നമ്മുടെ ട്രാവലിംഗ് കണ്ടിന്യൂ ചെയ്ത് കൊച്ചിയിലേക്ക് തിരിച്ചു പോവാന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇനി നമ്മുടെ ട്രാവലിംഗ് റീസ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് ഗൈസ് APJ അബ്ദുൽ കലാമിന്റെ വീട്. ഇതിപ്പോ ഒരു മ്യൂസിയം പോലത്തെ സെറ്റപ്പാണ്. അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മളിതിനകത്തോട്ട് കയറണില്ല, ജസ്റ്റ് ഇത് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നേ ഉള്ളൂ. അങ്ങനെ നമുക്ക് ഇവിടെ നിന്ന് തിരിച്ചു പോകണം. അപ്പം അധികം സമയമില്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഇവിടെ ഒന്ന് വന്ന് ഇവിടേക്കൊന്ന് വെറുതെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. അകത്തേക്കൊന്നും നമ്മൾ കയറണില്ല, കാരണം ഇത് അത്യാവശ്യം ഉള്ളിലേക്ക് കുറേ ഉണ്ട് കാണാനായിട്ടൊക്കെ. അപ്പം നമുക്ക് സമയമില്ല അല്ലേ സാവിൻ? വെട്ടം പോണതിന് മുമ്പ് പാമ്പൻ ബ്രിഡ്ജ് ഒന്ന് കയറണം. അപ്പം നമുക്ക് അങ്ങോട്ടേക്ക് പോകാം ഗൈസ്. നോക്കൂ മക്കളെ, നോക്കൂ. കലാംസ് വേൾഡ് റെക്കോർഡ്. വലിയ പുള്ളിയാ വേൾഡ് റെക്കോർഡൊക്കെ ഉള്ളത്. അതെ, ഞങ്ങൾക്ക് 2 പേർക്കും ഉണ്ട്. അന്ന് മറ്റേ എന്താ ബൈക്ക് റൈഡ് പോയതിന്റെ 1000 റൈഡേഴ്സിന്റെ കലാംസ് വേൾഡ് റെക്കോർഡ് കിട്ടിയതാണ് ഞങ്ങൾക്ക് 2 പേർക്കും. കൺഗ്രാറ്റുലേഷൻസ് ഗായ്സ്. അപ്പൊ നമുക്ക് ഇവിടെ വരാൻ പറ്റിയത് ഭയങ്കര സന്തോഷം. പോകാം നമുക്ക്. എന്നാ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. നമ്മൾ കയറി ഇറങ്ങി വരുമ്പോഴേക്കും നല്ല ടൈം എടുക്കും. പോകാം. എന്തൊക്കെ തരം പരിപാടികളല്ലേ? എന്തോ ചെറുപയർ മുളപ്പിച്ചത് അടിപൊളി അടിപൊളി ഗായ്സ്. ഇന്നലെ രാത്രി ഞങ്ങൾ ഇവിടെ കൂടെ നടന്നതിന് കയ്യും കണക്കില്ല. ഞങ്ങൾക്കൊരു അതെ 1.5 മണിക്കൂർ ഞങ്ങൾ അങ്ങോട്ട് ഇത് തന്നെയായിരുന്നു. ഒരു റൂം കിട്ടാനുണ്ടായിരുന്നില്ല. അത്രയും കഷ്ടപ്പെട്ടു പോയി ഇന്നലെ രാത്രി. കരച്ചില് തന്നെ. അതെ, അത്യാവശ്യം നല്ല ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. കൊറേ പയ്യന്മാരൊക്കെ വന്ന് ഭയങ്കര ബാഡ് അങ്ങനത്തെ വൈബൊക്കെ ആയിരുന്നു. നമുക്ക് എന്തായാലും കൊറേ നല്ല അനുഭവങ്ങളും പിന്നെ കുറച്ച് ചെറിയ
അല്ല പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷെ എല്ലാം ഇതിന്റെ ഭാഗമാണ് ഗൈസ്. നമ്മളൊരു ട്രാവൽ ചെയ്യുമ്പോ ഇതൊക്കെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയല്ല, ഉണ്ടാകും എന്നുള്ളതും കൂടെ വിചാരിച്ചിട്ട് വേണം നമ്മൾ ഈ പരിപാടിക്കൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട്. പക്ഷെ എന്തായാലും ഓവറോൾ അടിപൊളിയായിരുന്നു. നല്ല റൂട്ടായിരുന്നു. ആകെ ആ രാത്രിത്തെ പ്രശ്നങ്ങള്, നമുക്ക് സ്റ്റേ കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളതെല്ലാം അടിപൊളിയായിരുന്നു. ഈ സ്ഥലം നല്ല രസമുണ്ട് കേട്ടോ. അങ്ങനെ നമ്മള് ഇപ്പോ രാമേശ്വരത്ത് നിന്ന് മധുരയിലോട്ട് ട്രാവൽ ചെയ്തോണ്ടിരിക്കണാണ്. അതിനു മുമ്പ് നമുക്ക് പാമ്പൻ പാലം കാണാനുണ്ട്. അപ്പൊ ഇനി നമുക്ക് പാമ്പൻ പാലത്തിന്റെ പക്കത്ത് വെച്ച് കാണാം. നമ്മള് പാമ്പൻ ബ്രിഡ്ജിന്റെ താഴെയാണ് ഇപ്പൊ ഉള്ളത്. നമ്മളിവിടെ കൂടെ ഒരു സ്റ്റെപ്പ് ഉണ്ടായിരുന്നു, അവിടെ കൂടെ നടന്ന് അവിടെ താഴെ വന്നിട്ടുണ്ട്. എന്ത് രസമാണെന്നറിയാം ഇവിടെ കാണാനായിട്ട്. സൺസെറ്റും കൂടെ ആയിരുന്നു. അവിടെ നല്ല ലൈറ്റ് ആയിരുന്നു. ഇപ്പൊ നമ്മൾ ഇറങ്ങുന്ന ടൈമിൽ നല്ല ക്ലിയർ വാട്ടറാണ് കേട്ടോ. നല്ല ക്ലിയർ വാട്ടറാണ്. അതെന്തോരം വീഡിയോയിൽ കാണണമെന്ന് മനസ്സിലായില്ല, പക്ഷെ നല്ല ക്ലിയർ ആണ്. നമുക്ക് താഴെയുള്ള എല്ലാം കാണാം. നല്ല സൂപ്പർ സ്ഥലം. നമുക്കിനി ആ ബ്രിഡ്ജിന്റെ മേലിൽ ഞാൻ കാണിച്ചാൽ കേട്ടോ. ഞങ്ങൾ ഇന്നലെ രാത്രി കണ്ടായിരുന്നു, ഞാൻ വീഡിയോ എടുത്തായിരുന്നു ഇത്. പക്ഷേ ഈ ഡേ ടൈമിൽ കുറച്ചും കൂടെ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. നമുക്ക് അതിൻ്റെ മേളിലും കൂടെ ചെന്നിട്ട് വീഡിയോ എടുക്കാം. അതെ, ഞാനിപ്പം ഈ സ്റ്റെപ്പ് ഇവിടെ കണ്ടപ്പോൾ ഞങ്ങളിങ്ങനെ താഴേക്ക് ഇറങ്ങിയതായിരുന്നു. നല്ല രസമില്ലേ? നമ്മൾ പറഞ്ഞ പാമ്പൻ പാലം. ഇവിടെ നമുക്ക് 2 റെയിൽവേ ട്രാക്ക് കാണാൻ പറ്റും. ആ സൈഡിലുള്ളത് പുതിയ റെയിൽവേ ട്രാക്കും ഈ സൈഡിൽ കാണുന്നത് പഴയ റെയിൽവേ ട്രാക്കും ആണ്. പണ്ട് ഈ സൈക്ലോൺ ഉണ്ടായിരുന്ന ടൈമിൽ ഇതുപോലെ ഈ പാലത്തിൽ കൂടിയിട്ട് ഒരു ട്രെയിൻ പാസ് ചെയ്യുന്ന ടൈമായിരുന്നു. അപ്പോൾ അതിൽ കുറേ പേരുണ്ടായിരുന്ന ആ ട്രെയിൻ വെള്ളത്തിലേക്ക് മറിയുകയും ഒരുപാട് പേര് മരിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു അവശേഷിപ്പ് മാത്രമാണ് ഇപ്പം ഉള്ളത്. ഈ പാലം കംപ്ലീറ്റ് ആയിട്ട് തകർന്നു പോയി. അതിപ്പം ട്രെയിനൊന്നും വരാറില്ല. അപ്പം പുതിയ ട്രാക്കിൽ കൂടിയാണ് ട്രെയിനൊക്കെ എല്ലാം വരുന്നത്. ആ സെൻട്രൽ പോർഷനിൽ പോയി നിൽക്കണം അവിടെ പാലത്തിൻ്റെ. ശരിക്കും പേടിയാവും, കാരണം അത്രയും നല്ല ഹൈറ്റ് ഉണ്ട് അതിന്. നമുക്ക് കുറച്ചും കൂടെ, ഞാൻ ഈ ഒരു വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിന്ന് നിർത്തിയത്. നമുക്ക് കുറച്ചും കൂടെ അങ്ങോട്ട് പോയിട്ട് അവിടെ കയറാം. അയ്യോ, നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ. അയ്യോ, അവിടെ വണ്ടി പാർക്ക് ചെയ്യുമ്പോഴുള്ള വണ്ടി എടുക്കാൻ വേണ്ടി പറഞ്ഞാൽ നമ്മുടെ വണ്ടി ഇവിടെ വെച്ചേക്കണ ഗൈസ്. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയിട്ട് അവിടെ പാർക്ക് ചെയ്യാം. എനിക്കൊന്നും ഈ സൈഡിൽ പാർക്ക് ചെയ്യണമെന്ന് കുഴപ്പമില്ല. അപ്പുറത്തെ സൈഡിൽ 2 സൈഡും കൂടെ ആകുമ്പോഴേക്കും റോഡ് ബ്ലോക്ക് ആവുമല്ലോ. അതെ, അപ്പൊ നമുക്ക് പാലത്തിന്റെ നടുക്ക് നിന്നിട്ട് കാണാവേ. ഞാൻ റോഡ് ക്രോസ് ചെയ്യാനാണ് കേട്ടോ. വണ്ടിയില്ല ഓടിക്കാ ഇല്ല. എന്താ പറഞ്ഞ നമ്മുടെ വണ്ടി നമ്പറാ ആണോ? വണ്ടി പാർക്ക് ചെയ്യാൻ പാടില്ല. വണ്ടി പാർക്ക് ചെയ്താ വണ്ടി ലോക്ക് ചെയ്യുമെന്ന്. വണ്ടി നമ്പർ വിളിച്ചേർന്നി ആണോ? ആ കാറ് കടന്ന് വെച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഓടി വന്നിട്ട് വണ്ടി എടുത്ത്. ഓ, ഞാൻ അറിഞ്ഞില്ല. ഞാൻ അവിടെ വലിയ കാര്യത്തിന് വ്ളോഗ് ചെയ്തോണ്ടിരിക്കണേ. പെട്ടെന്ന് ആക്സിഡന്റ്, ആംബുലൻസിന്റെ സൗണ്ട് ആണെന്ന്. പോലീസായിരുന്നു. നമുക്ക് വേഗം പോകാം ഇവിടെ നിന്ന്. ആ സെന്ററിൽ കൂടെ നിർത്തിയിട്ടേ ഒരു വീഡിയോ കൂടെ എടുക്കാം. താൻ ഇരുന്നാ മതി വണ്ടിയിൽ, താൻ വരണ്ട. ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് എനിക്ക് വീഡിയോയിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബാബാ, ഈ പാലത്തിന്റെ ഇപ്പുറത്തെ സൈഡിൽ ഇതുപോലെ കുറെ ബോട്ടൊക്കെ നിർത്തിയിട്ടേക്കണ്. എന്ത് രസമാണെന്നറിയോ? ഇതൊക്കെ എല്ലാം നമ്മൾ ഡയറക്റ്റ് കാണുന്ന ആ ഒരു ഫീൽ ഒരിക്കലും വീഡിയോയിൽ കിട്ടൂല. എന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഈ ഫീൽ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ഞാൻ എല്ലാം ക്യാപ്ചർ ചെയ്യണത് അല്ലേ ഗായ്സ്? അല്ലേ സവി? യെസ്, പറഞ്ഞ പാമ്പൻ പാലത്തിന്റെ വ്യൂ ഇതാണ് ഗായ്സ്. എന്തൊരാഴാണെന്നറിയോ? ഇവിടെ ഫോൺ പിടിക്കാൻ എനിക്ക് പേടിയാണ്, ഫോൺ എങ്ങാനും പോകുന്നു. എന്ത് രസമാണത്. ഇന്നലെ രാത്രി ഇവിടെ ഒന്ന് വന്നപ്പോൾ നമുക്ക് നല്ല വ്യൂസ് ഒന്നും കിട്ടിയില്ല. പക്ഷെ ഇപ്പം നല്ല രസമുണ്ട്, നല്ല കാറ്റുണ്ട് ഇവിടെ. താഴേക്ക് നോക്കാൻ പേടിയാണ് ശരിക്കും. അപ്പോൾ ഇതാണ് ഗൈസ് പാമ്പൻ പാലം. ഇനി നമുക്ക് പോവാം. പക്ഷെ സവിനെ കാണാനില്ലല്ലോ. അയ്യോ, പോയാ
അതിനോടെ ഞാൻ സവിനെ നോക്കട്ടെ ഗൈസ്. ഇല്ലെങ്കിൽ കുളം. ഞാൻ നടന്ന് ഇവിടെ എത്തിയപ്പോ സവിന അവിടെ നിന്ന് വീഡിയോ എടുത്തോണ്ടിരിക്കണേ. ഡെഡിക്കേഷൻ. സവിന്റെ ആ എക്സ്പ്രഷൻ മനസ്സിലായത് ഒരു രക്ഷയില്ലാത്ത വ്യൂ എന്നാണ്. നോക്ക്, ഇതെന്ത് രസമാണ്. കുറെ നേരം ഇങ്ങനെ ഒന്ന് നോക്കിക്കാൻ തോന്നുന്നു. നല്ല കാറ്റാണ് ഇവിടെ. നമുക്ക് പോകാന്നാ. ഈ പാലൊക്കെ കണ്ട അവിടെയൊക്കെ മൊത്തം നശിഞ്ഞ് കൊണ്ടിരിക്കണേ, തുരുമ്പൊക്കെ പിടിച്ച്. അപ്പുറത്തെ പാലമാണ് ഇപ്പൊ യൂസ് ചെയ്യണത്. അപ്പുറത്തുള്ളത് നമുക്ക് പോവാം. ഞാനൊരു ബദാം മിൽക്ക് കഴിച്ചു. എനിക്ക് ലെമൺ ടീ. പിടിക്ക്. നല്ല തണുപ്പും നല്ല ടേസ്റ്റും അല്ലേ? ഓക്കെ. എത്ര രൂപ? 30 രൂപ. പിന്നെ ലെമൺ ടീ വന്നിട്ടുണ്ട്. വായിച്ചിന്ന് പോലെ കേട്ടോ. അതിന് പിന്നെ വലിയ പ്രത്യേകിച്ച് ടേസ്റ്റ് ഉള്ളൂ. ടേസ്റ്റ് ഉണ്ടാവൂലെന്ന് പറയാൻ സ്ലിം ബ്യൂട്ടിയാണ്. കുടിക്കും. അത്യാവശ്യം കുറെ സ്നാക്ക് ഐറ്റംസ് ഒക്കെ ഉള്ള കടയാണ്. നമ്മൾ ഇന്നലെ പോണ വഴിക്ക് നിർത്തിയ ടോളാണിത്. എന്താ തിരുപ്പാച്ചെത്തി ടോൾ പ്ലാസ. ഇവിടുന്ന് മധുരക്കിനി 30 കിലോമീറ്റേഴ്സ് ഉള്ളൂ. നമ്മൾ ഒറ്റ സ്ട്രെച്ചിന് എത്ര 200 കിലോമീറ്റേഴ്സ് ഇപ്പോൾ കവർ ചെയ്ത്. എനിക്കിങ്ങനെ ആകെ ഒരു 5-10 മിനിറ്റ് മാത്രമേ സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളൂ. ബാക്കി നമ്മൾ 200 കിലോമീറ്റേഴ്സാണ് ഒറ്റ സ്ട്രെച്ചിൽ കവർ ചെയ്തത്. നമുക്കിനി മധുര ചെന്നിട്ട് അവിടെ സ്റ്റേ എടുത്ത് ഇനി നമുക്ക് അവിടെ റെസ്റ്റ് ചെയ്യാം. എന്നിട്ട് നാളെ രാവിലെ പറ്റുന്നതാണെങ്കിൽ മധുര മീനാക്ഷി ടെമ്പിളിലും കൂടെ ഒന്ന് കയറിയിട്ട് നമുക്ക് കൊച്ചിയിലേക്ക് പോകാം. അങ്ങനെയാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് ചെന്നിട്ട് വേണം സ്റ്റേ കാര്യങ്ങളൊക്കെ എല്ലാം നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് പോവാം. ഇവിടെ നിന്ന് സെയിം സിറ്റുവേഷനാണ്. നമ്മൾ റൂംസ് അന്വേഷിച്ച് നടക്കണതാണ്. പക്ഷേ റൂമൊന്നും കിട്ടണില്ല. ഇപ്പം മധുരയിലാണെങ്കിലും എല്ലാ റൂംസും ബുക്ക്ഡാണ്. ഇപ്പം സമയം 9 മണി 9:45. നമ്മൾ റോട്ടിൽ തിരിഞ്ഞ് നടക്കണ റൂം അന്വേഷിക്കാം. ഏകദേശം ഒരു റൂം സെറ്റായിട്ടുണ്ട്. അപ്പം നമുക്ക് അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി വാങ്ങിക്കണം. അപ്പോൾ പാർസൽ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നിട്ടുണ്ട്. ഈ കടയിൽ നിന്നാണ് ഫുഡ് വാങ്ങിക്കുന്നത്. 6 പൊറോട്ടയും ഒരു ചിക്കൻ ചുക്കയുമാണ് പറഞ്ഞത്. നല്ല ഭംഗിയുണ്ട് പൊറോട്ട. അങ്ങനെ നമ്മുടെ ഫുഡൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞിട്ടുണ്ട്. എന്താണ് അവിടെ കാണിച്ചത്? ഓക്കെ, ഇനി നമുക്ക് സ്റ്റേയുടെ അങ്ങോട്ട് പോവാം. അത്യാവശ്യം ടൗണിൽ കഴിഞ്ഞിട്ടാ. നൈറ്റ് ലൈഫ് ഓഫ് മധുരൈ ഗായ്സ്. സരവണ സ്റ്റോഴ്സ്, തങ്കനഗൈ മാളികൈ. എന്താ ഹെവി സാധനമുള്ളത്. ഇപ്പൊ സമയം 10:35. എന്റെ തിരിഞ്ഞ് നടക്കണാണ്. ലെഫ്റ്റ്. നമുക്കിനി സ്റ്റേയിലെത്തിയിട്ട് കാണാം. ഗായ്സ്, ഇതാണ് നമ്മുടെ ഇന്നത്തെ മധുരൈ സ്റ്റേയുടെ നമുക്ക് കിട്ടിയ റൂം. നമ്മള് ധനുഷ്കോടിയില് 2000 രൂപ കൊടുത്തെടുത്ത റൂം ഒരു കുണുസ് മുറിയായിരുന്നു. ഈ അതേ 2000 രൂപ കൊടുത്ത് മധുരയിലെടുത്തത് ലക്ഷറി റൂമാണ് ഗായ്സ്. നന്നായിട്ടുണ്ട്. അതെ ബ്രഷും പേസ്റ്റും അടക്കം കിട്ടിയിട്ടുണ്ട്. മുഖമൊക്കെ നോക്കിക്കേ, ക്ഷീണം വന്നിട്ട്. അയ്യോ
ഓക്കെ, ഇനി ഫുഡ് കഴിക്കുക, ഉറങ്ങുക. കുളിയൊക്കെ നാളെ പോന്ന് എന്നെ കൊണ്ട് കുളിക്കാണോ? ആണോ? എന്നാ ഞാനും ഫ്രഷ് ആവാം. സുഖമായിട്ട് കിടന്ന് ഉറങ്ങാം. നമ്മള് റൂമില് പൂജയൊക്കെ ഉണ്ട്, ഫുഡ് കഴിക്കാൻ വേണ്ടി പോണേ. അപ്പം പൊറോട്ടയൊക്കെ ഞാനിവിടെ ബൺ പൊറോട്ട എന്ന് ഞാൻ കിള്ളിക്കിള്ളി ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചിക്കൻ ചുക്ക ഇടാം. നല്ല പേരല്ലേ, ചിക്കൻ ചുക്ക. നല്ല തിക്ക് ഗ്രേവി. അവിടെ ചിക്കൻ എവിടെ? കഴിച്ചു നോക്കാം. കണ്ടിട്ട് തന്നെ കൊതിയാവും, വിശന്ന് പൊരിഞ്ഞ്. ഇന്ന സാധനം കഴിച്ചു നല്ല ഇഷ്ടമുണ്ടോ? വെറുതെ പറയാനല്ല, നല്ല സൂപ്പർ ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഇതിന്റെ കൂടെ എന്തോ ഗ്രേവി തന്നിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ കൂടെ വേറൊരു ഗ്രേവിയും കൂടെ ഉണ്ടായിരുന്നു, പക്ഷെ ഇത് പച്ചവെള്ളം പോലെ ഇട്ടുണ്ട്. എന്ത് സംഭവമാണെന്ന് അറിയാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് അതും കൂടെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. അത് കൊള്ളൂല, പക്ഷെ ഇതിന്റെ ഗ്രേവി അടിപൊളിയാണ്. നമുക്കിത് തിന്നിട്ട് കാണാം. ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മള് ഇതേ ഉറങ്ങാൻ വേണ്ടി പോണാണ്. നല്ല ക്ഷീണമുണ്ട്, കാരണം ഇന്നലെ ഒന്നും നമുക്ക് നന്നായിട്ട് ഉറങ്ങാനൊന്നും പറ്റിയില്ലല്ലോ. അപ്പൊ ഞങ്ങള് ഇവിടെ നോക്കിക്കേ ഉറങ്ങി സാവിന്. അപ്പൊ നമുക്ക് വേഗം ഉറങ്ങാം ഇനി. അപ്പൊ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. നമുക്കിനി അടുത്ത വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മധുര മീനാക്ഷി അമ്മൻ ടെമ്പിളിലൊക്കെ പോകണം. പിന്നെ നമുക്ക് വീട്ടിലേക്കുള്ള റിട്ടേൺ ട്രിപ്പിന്റെ വീഡിയോ, അതൊക്കെ ആയിരിക്കും അടുത്ത വീഡിയോസ് ആയിട്ട് വരുന്നത്. അപ്പൊ അതെല്ലാരും കാണണം. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. പറ സമയം. ഓക്കെ.